സരോജിനി, നീ ഇറങ്ങുന്നില്ലേ? ഞാൻ ഇറങ്ങണോ വല്യേട്ടാ? നീ ധൈര്യമായിട്ട് ഇറങ്ങി. എന്തോ എന്റെ മനസ്സിടിഞ്ഞിരിക്കുക. ഈ കല്യാണം മുടങ്ങുന്ന ലക്ഷണമില്ല. ഇത് നടക്കും. നീ നിരാശപ്പെടാതിരിക്കെ. പ്രമാദമായ പല കേസുകളും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിധി എഴുതിയവനാണ് നിന്റെ വലിയേട്ടൻ. കേട്ടറിഞ്ഞിട്ട് അന്വേഷിക്കാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓ, ഇനി എന്ത് അന്വേഷണം? കുറച്ചു കഴിയുമ്പോ എന്റെ മോൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. ആ ദാരിദ്ര്യം പിടിച്ചവളെന്റെ മരുമോളും ആവും. ആകില്ല. അതിനു മുമ്പ് ഈ വലിയേട്ടൻ ചില കൺകെട്ടുകൾ നടത്തുന്നുണ്ട്. നീ നോക്കിക്കോ. താൻ എത്തിയോ? ദൈവമേ, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കി തരണേ. അമ്മ എന്താ കാറിൽ തന്നെ ഇരുന്ന് കളഞ്ഞത്? എല്ലാം ഭംഗിയാക്കി തരണോന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ശ്രമിക്കാന്നും പറഞ്ഞു. ആര്? ദൈവം. അറിയില്ലേ, എന്റെ വല്യേട്ടനാ. ഓഹോ, റിട്ടയർഡ് ജഡ്ജി ഉപേന്ദ്രനാഥ്. അറിയാം, കേട്ടിട്ടുണ്ട്. നമുക്ക് ഹോളിലേക്ക് പോവാം. കുറച്ചുപേരൂടെ വരാനുണ്ട്. അവര് വന്നോട്ടെ. വരനെ ഹാളിലേക്ക് കൊണ്ടുപോവാലോ. വരനെ സ്വീകരിക്കാൻ ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇത് വനിതാ സഹകരണ സംഘം നടത്തുന്ന കല്യാണമാണെന്ന് തോന്നല്ലോ. അമ്മേ, വിമലയുടെ അമ്മയും മുത്തച്ഛയും സ്വീകരിച്ച പോരെ? ഇതൊരു കൊച്ചു കല്യാണമായിട്ട് നടത്തിയത് നമ്മൾ തീരുമാനിച്ചതാണ്. ഓ, നിനക്ക് അത്രയും മതിയെങ്കിൽ എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല. വരൂ. ഇലഞ്ഞിക്കൽ തറവാട്ടിൽ രണ്ടാണുങ്ങളേ ഉള്ളൂ. നീലകണ്ഠൻ മാഷും വിനയചന്ദ്രനും. അവരെവിടെ? അത് അവരെ ഊട്ടുപുരയിലായിരിക്കും. അമ്മ, ഞാനൊരു തമാശ പറഞ്ഞതാടാ. ഇന്ന് കാലത്ത് മുതൽ അമ്മയ്ക്ക് തമാശ കുറച്ച് കൂടുതലാണല്ലോ. നിന്റെ കല്യാണമല്ലേ, ഞാൻ ഇത്തിരി സന്തോഷിക്കാന്ന് വെച്ചു. മതിയടി. ഇവള് പറയുന്നതിൽ ഒന്നും തോന്നരുത് കേട്ടോ. ആണുങ്ങൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആര് സ്വീകരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ കുട്ടിയുടെ വിവാഹം മുഹൂർത്തത്തിന് നടക്കണം, അത്രേ ഉള്ളൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.